ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. യെസ്, ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത നമുക്ക് ഉമർ ഫഹീമിനോട് ചോദിക്കാം. ഉമർ ഫഹീം പറയൂ, ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണ്? ഇത്രയും കാണുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇത്രയും കാണുമ്പോൾ ഇവിടെ ഒരു കെൻമിൽ കിഡിലെ ക്രിസ്മസ് പരിപാടി നടക്കാൻ കിഡിലും ക്രിസ്മസ് പരിപാടി. ക്രിസ്മസ് പരിപാടി എന്ന് പറയുമ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ഓർമ്മ നമ്മളുമായി പങ്കുവെക്കും ഉമർ ഫഹീം. ക്രിസ്മസിൻ്റെ ഓർമ്മ പങ്കുവെക്കാന്ന് വെച്ചാൽ എന്താ പറയുക, എന്തെങ്കിലും ഓർമ്മ ആണെങ്കിൽ ഡിഗ്രി ലൈഫത്തെ ക്രിസ്മസ് ആണ്. ഓക്കെ, 2x ഇട്ട് പറഞ്ഞുതരൂ. നിങ്ങൾ ഭയങ്കര ലാഗാണ് ഇപ്പോൾ, പെട്ടെന്ന് പറയൂ. അല്ല, ഓർമ്മ പറയൂ, ക്രിസ്മസിൻ്റെ ഒരു ഓർമ്മ പറയൂ. ഓർമ്മകളെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ മൈക്കൊന്നുള്ളൂ. ഓക്കെ, ബൈ. ഓക്കെ, ക്രിസ്മസിൻ്റെ ഓർമ്മ പറയൂ. ഇത് ഇവൻ എന്താ അറിയോ, ശരിൻ്റെ ഇവന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഇവൻ്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പേരിനൊരു അപരനാണ് ഇവന്. പക്ഷെ ഒറിജിനൽ ജല്ല ഫർസീൻ. ഞാൻ FARSIN, ഇവൻ ഫർസീൻ. ബർത്ത് സർട്ടിഫിക്കറ്റോ? ബർത്ത് സർട്ടിഫിക്കറ്റ് സാധനമല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് പറയൂ. ബർത്ത് അല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതുകൊട്ടെ. ഇവൻ എന്താ അറിയോ, ഇവൻ ഇവിടെ പുതിയ എൻ്റെ ജൂനിയർ ആട്ടാ. ഇവൻ പറഞ്ഞ് കെമ്മിയിൽ ഫുള്ള് ഇൻവേർട്ടർമാരാണ്, ആരും എക്സ്ട്രോവേർട്ട് ഇല്ല. അപ്പോൾ ഇവൻ നമുക്ക് എക്സ്ട്രോവേർട്ടിൻ്റെ ഇത് നമുക്ക് സോണിൽ ഉദാഹരണം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്രിസ്മസ് പറയുമ്പോൾ ഒരു ഓർമ്മ പങ്കുവെക്കും. ക്രിസ്മസ് പറയൂ. സത്യം പറയാം, ക്രിസ്മസിന് എനിക്ക് അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉറങ്ങലയില് ക്രിസ്മസിന് എന്താ ചെയ്യല്? ക്രിസ്മസിനൊക്കെ ക്രിസ്മസിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് പങ്കുവെക്കും സ്കൂളില്. ക്രിസ്മസ് എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ ഈ യൂണിവേഴ്സിറ്റി വന്നത്? ക്രിസ്മസിന് ഒന്നും കിട്ടിയില്ല. ഇവിടുന്ന് കിട്ടുക അങ്ങോട്ട് ഇവിടെ വരുന്നുള്ളൂ, പരിപാടി ഓണാവുന്നുള്ളൂ. എനിക്ക് തരണ്ടേ പേരും സബൂർ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത കുട്ടിയിലേക്ക് പോവാം. പറയൂ, എന്താണ് പേര്? പേര് അറിയണം. ഫിദ. നീ ചെയ്ക്കോ, ബ്ലോഗിൽ നീ ചെയ്ക്കോ. ഓക്കെ, ഫിദ വിട്ട് ഇത് വൈഡിലാടാ കുട്ടാ. ഓക്കെ, എന്നാ വെയിറ്റ്. ഇനി പറ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നേ? കോളേജ്, ക്രിസ്മസ് ഫ്രണ്ട്, കാര്യങ്ങളൊക്കെ. ക്രിസ്മസ്, ഓണം, പെരുന്നാൾ ഏതാ ഇഷ്ടം? പെരുന്നാൾ. വൈ? നമുക്ക് അങ്ങനൊന്നുമില്ല, എല്ലാം നമ്മൾ ആഘോഷിക്കണ്ടേ. പ്ലം കേക്ക് ഇഷ്ടമാണോ? എത്ര ഇഷ്ടം? കുറെ ഇഷ്ടം? ഓക്കെ, ഇന്ന് എന്താണ് ഈ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്? റിവീൽ ചെയ്യാൻ പറ്റുമോ? സർപ്രൈസ്. ഓക്കെ, ഫിദന്റെ നാട് എവിടെയാണ് പറയൂ? കോഴിച്ചന. പേരൊന്നും ആക്കില്ലല്ലേ, കോഴിച്ചന. ഒരാളോട് നാട് വെച്ചാൽ കോഴിച്ചന. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ ന്യൂ ബ്ലോഗർ ഇൻ ടൗൺ. ബ്ലോഗും ഹായ് പറയൂ. ഹായ്. ഓക്കെ, ക്രിസ്മസിന് ഒരു ഓർമ്മ പങ്കുവെക്കും. ക്രിസ്മസിന്റെ ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു ക്രിസ്മസ് പരിപാടി ക്രിസ്മസ് പരിപാടി ഇതുവരെ ആഘോഷിക്കാതെ? ഇതുവരെ ക്രിസ്മസ് പരിപാടി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടല്ലോ, ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഞാൻ പോയില്ല. വൈ? എന്തുകൊണ്ട് ക്രിസ്മസ് പരിപാടി ഇതുവരെ പോയിട്ടില്ല? നമ്മള് കുറച്ച് ഈമാനും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇപ്പൊ എന്ത് ഈമാൻ പോയോ? ഞാൻ ഡ്രസ് ഇട്ടില്ല. മിസ് എന്താ പറഞ്ഞ വെള്ളി ചോപ്പ് ഇട്ടുതരാൻ. ഇതിന്റെ ഡ്രസ് ഇത് കറുപ്പ്. ഇവൾ കുറച്ച് ഈമാൻപരമായിട്ട് നോക്കുമ്പോ എന്ത് ദമ്മാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് ക്രിസ്മസിന്റെ സന്ദേശം ചോദിക്കാൻ വേണ്ടി ഇവിടെ ഒരാളുണ്ട്. പറയൂ, ക്രിസ്മസിന്റെ ഒരു ഓർമ്മ പറയൂ. അവിടെ നിൽക്കണം. ഞാൻ ക്രിസ്മസിന്റെ ഓർമ്മ പറഞ്ഞാൽ മതി. ഒരു ഓർമ്മ പറഞ്ഞാൽ മതി, എന്തേലും പറഞ്ഞാൽ മതി. എന്ത് ഇൻവേർട്ടറാണിത്? അതിനോട് ഞാൻ വർത്താൻ കേട്ടോ. ഇവിടെ വാ, ക്രിസ്മസിന്റെ ഓർമ്മ പറയടാ. ക്രിസ്മസിന്റെ ഓർമ്മ പറയും. എന്ത് ഇത്രക്ക് അരോചകമായ ക്ലാസ്മേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇവിടെ നമ്മളെ ക്ലാസ്സിലേക്ക് എടുക്കാൻ പോവാണ്. ഇവിടെ അത്രയും സപ്പോർട്ടീവാണ് നമ്മൾ വ്ളോഗിനെല്ലാം. ഓക്കെ, ജുഹൈന പറയൂ, ക്രിസ്മസിന്റെ ഓർമ്മ. തട്ടിട്ടോളൂ. അത് തട്ടടാ ആദ്യം. ഇനി തട്ടിട്ടില്ലായിരുന്നാണ് വ്ളോഗൊന്നും കട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒറ്റ വ്ളോഗിലാണ് പോണേ. പറയൂ, ക്രിസ്മസിന്റെ ഒരു ഓർമ്മ പറയൂ. ഓർമ്മകളൊന്നുമില്ല. ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ മുന്നേ? ചോക്ലേറ്റ് നക്കിയിരിക്കാതെ പറയൂ. ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. അൽഷിമീസ് എന്ന കുട്ടിയാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ സുന്ദരിയും സുമുഖയും കണ്ണിലുണ്ണിയും ക്യൂട്ട് ഗേളും എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന റിഫയോട് ചോദിക്കാം. പറയൂ, ക്രിസ്മസിന് ഒരു ഓർമ്മ പറയൂ. കേക്ക് മുറിക്കും. പ്ലം കേക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. പിന്നെ എന്ത് കേക്ക് നിങ്ങൾ മുറിക്കല്? ക്രീം കേക്ക്. ക്രിസ്മസ് ഫ്രണ്ട് നിങ്ങൾ എന്താണെന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലേ? ഈ ബ്ലോഗിൽ രഹസ്യമായി പറയൂ. ഇപ്പൊ എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത് ക്രിസ്മസ് ഫ്രണ്ടിന്? ചോക്ലേറ്റ്. എന്ത് ചോക്ലേറ്റ്? ഓക്കെ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഫോണിലുണ്ട്. ഫോണിൽ കണ്ടേക്കണം, നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയണത്. അപ്പോൾ ഓക്കെ, കെൻമിയിലെ ക്രിസ്മസ് എങ്ങനെ നോക്കി കാണുന്നു? ഇഷ്ടമാകുന്നുണ്ടോ? പ്രോഗ്രാം ആവുന്നുള്ളൂ. യെസ്. ഫർസിനെ കുറിച്ച് 2 വാക്ക് പറയൂ. സൂപ്പർ. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ ഇൻ മൈ ബ്ലോഗ്. ഉണ്ടോ, എല്ലാം നമ്മൾ സഹകരിക്കുന്ന മക്കളാണ്, അതുകൊണ്ട് സീനില്ല. ഓക്കെ, നമുക്ക് അടുത്ത ആളോട് ജിമുണ്ടരുത്. ഇപ്പം പിന്നെ ഓക്കെ, ജിമുണ്ടരുത്. അപ്പോൾ നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോയി നോക്കാം. ഓക്കെ, പരിപാടി തുടങ്ങുന്നുള്ളൂ. ജസ്റ്റ് ഇവിടെ ആയി വരുന്നുള്ളൂ. പരിപാടി തുടങ്ങുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഏതായാലും പരിപാടി തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു. ഇന്നെന്ന് ആരോ വിളിച്ചു?
ഇനാഗ്രേഷൻ അതൊന്നും ഇല്ല. ക്രിസ്മസിന്റെ വ്ളോഗും പിടിച്ചിങ്ങോട്ട് വരാറ്. എടാ എനിക്ക് ഇവിടെയാണ് കൂറുള്ളത്. അതായത് ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന സാധനമുണ്ട്. എനിക്ക് ഏകദേശം ഒരു 4-5 പ്രോഗ്രാംസ് ഇപ്പൊ നിലവിലുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് ആര് പറഞ്ഞു തരാൻ? എടാ ഇവിടെ എനിക്ക് ഇതുള്ളത് നോ എന്റെ ചാനൽ നിങ്ങളുടെ എനിക്ക് നിങ്ങളെ കാണണം. ഐ മീൻ അത്രയും ഞാൻ ഇവിടെ എന്താ പറയാ ഇവിടെയാണ് എന്റെ എല്ലാം കണ്ടന്റ് ഒക്കെ. മുല്ലപ്പൂവോ ഞാൻ എന്താ മറ്റേ മണിയറിക്കോ പോയി തീരെ തലച്ചോറില്ലാത്തവരാണ് നമ്മൾ. ഏ സിനിമ ശ്രീനിവാസന്റെ ഏത് സിനിമ? കിളിച്ചുണ്ടം. ആ ഓ ശരിയല്ലേ. അതിലൊരു പാട്ട് പാടൂ. റംസാനിലെ ചന്ദ്രികയോ. അന്നെ ഞാൻ കാണിച്ചു തരാം. ഇവളോട് ഇനി വർത്താനല്ല മോളെ. ഓക്കെ ഇവിടെ എന്തോ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തോ രഹസ്യമായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ് ബ്ലോഗ് എപ്പോഴാ വരിക മണ്ട? എടാ മണഗുണാഞ്ച ബ്ലോഗ് എപ്പോഴാ വരിക? എങ്ങനെ പറ ആദിൽഷ എങ്ങനെയുണ്ട് ക്രിസ്മസ് എങ്ങനെ നോക്കിക്കാണും നിങ്ങൾ? ക്രിസ്മസിനെ നോക്കിക്കാണാ പറഞ്ഞാല് എല്ലാരും ഞാന് അല്ല ആരും കൊടുക്കാത്തൊരു അപൂർവമായ ഗിഫ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒരു മനുഷ്യന് അത്രയും ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ചോക്ലേറ്റ് ഒക്കെ അവരെ തിന്നുകാണ്. അപ്പൊ ഗേൾ ആയാലും ബോയ് ആയാലും യൂസ് ചെയ്യാം. എത്ര കാലം യൂസ് ചെയ്യാം. അങ്ങനത്തെ ഗിഫ്റ്റ് എന്നെ ഫ്രണ്ടായി കിട്ടിയാൽ മതി എനിക്ക്. ഇത് പറയണം ഞാൻ ഗിഫ്റ്റ് കാണിക്കുമ്പോ. ഓക്കെ ക്രിസ്മസിന്റെ ഓർമ്മ പങ്കുവെക്കും. ഓർമ്മകളൊന്നും പങ്കുവെക്കാനില്ല. പിന്നെ ഗിഫ്റ്റ് ഇതാണ്. പിന്നെ ചെറുപ്പത്തിൽ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചെറുപ്പത്തില് ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ വേറെ ആൾക്ക് കിട്ടി. ആ ഗിഫ്റ്റ് ആ നറുക്കെടുത്തുള്ള സാധനം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിനെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ നോക്കാം. വേറെ സ്കൂളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഉണ്ടോ? ഇല്ലേ? ഇല്ല. ഒരു ക്രഷ് അടിച്ച ആരും കെന്നിന് ക്രഷ് അടിച്ച കള്ളം പറഞ്ഞ കണ്ണ് താഴും. ഇത് ഫേക്ക് ന്യൂസ് ആണ് ഗൈസ്. ഇതാരും വിശ്വസിക്കരുത്. എന്നാലും ആദിൽ ഷാനെ കൊതിക്കാത്ത കുട്ടികളുണ്ടോ? ക്രിസ്മസിന് എനിക്ക് രാവിലെ തന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞാല് എന്താ സങ്കടം പറയും? എനിക്ക് ഒമാൻ ചിപ്സ് ഒരാൾ കൊണ്ടുതരാ പറഞ്ഞു. 2 തവണയും ചാമ്പി ഓക്ക് വേണ്ടിയ ചോക്ലേറ്റ് അതും ചാമ്പും ഇത് ഞാൻ വിശ്വസിക്കൂല. ക്രിസ്മസ് പരിപാടി ഒമാൻ ചിപ്സ് ഒരു ബന്ധമില്ല ഗൈസ്. നമുക്ക് ഒമാൻ ചിപ്സ് ക്രിസ്മസ് പരിപാടിയുള്ള ആൾ തൂബ പറയൂ എങ്ങനെയുണ്ട് ക്രിസ്മസ്? എങ്ങനെ നോക്കി കാണുന്നു? ഇഷ്ടമാവുന്നുണ്ടോ കെൻമിയിലെ ക്രിസ്മസ്? വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഒരു ക്രിസ്മസ് അനുഭവം പറയും. ഒരു സത്യം പറയാം. കോളേജിൽ നിന്ന് പരിപാടി ഓക്കെ അതിലെന്ത് ചെയ്ത് കോമഡി ഒരു പാന്റ് ഒരു പോപ്പറില്ലേ അത് അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് വളരെ പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത്. അതെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കണ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ ഞങ്ങൾ ആദ്യമായിട്ടാണ്. ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുത്ത ഏകദേശം ഒരു 6-7 പഠിക്കുമ്പോഴാണ്. അതേ ചോദിക്കണേ അപ്പത്തെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഗിഫ്റ്റും ചെയ്യുമ്പോ പിന്നെ നമ്മൾ കൊടുത്തിട്ടും കൊടുത്തു. അതെന്തേ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പരിപാടി? നമ്മളെ സ്കൂളിൽ അങ്ങനെ പരിപാടി ഇല്ലേനു. ഒരു ബലൂൺ പൊട്ടിയാണ് പഠിക്കണ്ട. അതല്ല അപ്പൊ അങ്ങനെ സ്കൂളിൽ ഞാനൊക്കെ ആലോചിക്കും. പിന്നെ ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. പിന്നെ എന്തായാലും സാധനം എന്നാൽ പോലെടാ എല്ലാ കൊല്ലവും ഈ ക്രിസ്മസിന് സാധനം ഉണ്ടാവില്ലേ ഓരോ നറുക്കെടുപ്പും. അതെന്തോ എന്തായാലും വി ശിവൻകുട്ടി ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് പരിപാടി ഇല്ലാത്ത സ്കൂളുകൾ പാടില്ല. കുഴപ്പമില്ല നമുക്ക് എല്ലാം ഇന്നത്തെ ക്രിസ്മസിൽ നമുക്ക് വാണെങ്കിൽ 10 പോയി ആ മീശ ക്ലീൻ ചെയ്താൽ മതി. ആ മറ്റേ തുറത്തുനോട് തുടച്ചപ്പോ ഇവിടുത്തെ ഗിഫ്റ്റ് മൊത്തക്ക് തരണം. ഇത്രയും കാലം കിട്ടാത്തതിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മൊത്തക്ക് തരണം. മൊത്തം പെണ്ണ് കൊടുക്കണം. അതാണ് എനിക്കും അതിനെ പറയുള്ളത്. കാരണം ഒരു പരിപാടി കിട്ടിയില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്താ അറിയോ, ഞാൻ 1 മുതൽ ഒരു ഇഷ്ടപ്പെട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ വ്ളോഗ് കുഴപ്പമില്ല. ആ കുട്ടീനെ ഞാൻ എന്താക്കും, ആ കുട്ടീനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ആ എന്നിട്ട് ഞാനത് തപ്പി പിടിച്ചിക്കാണ്ട് അത് കൊണ്ടുവരും. എന്നിട്ട് എന്താക്കും, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഗിഫ്റ്റൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് കൊടുക്കും. ഇവർക്ക് നമ്മളെ അൾട്ടിമേറ്റ് പുച്ഛം വിലയേക്കാറ്. ഓളെ ഗിഫ്റ്റ് തന്നെ നേരെ കച്ചറിക്കാനിടും. അപ്പം നമ്മളെന്താ വണ്ടന്മാർ എല്ലാ കൊല്ലം തന്നെ റിപ്പീറ്റ് വേണ്ടിയിട്ടാണ് നമുക്ക് ഇല്ലാത്ത സന്തോഷം. അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും ഈ ഒരു ക്രിസ്മസ് ഒരു പുതുവർഷ നിങ്ങളുടെ എല്ലായിടത്തും ഒരു ഗിഫ്റ്റ് ഒരേ പാക്കിംഗ് ഉള്ളോ? അല്ല ഒരേ സൈസാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പൊതിണ്ട എന്റെ പൊതിഞ്ഞ അതിൽ ഇതുണ്ടാവില്ല. അന്ന് പാക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പാക്ക് ചെയ്യണോ? നേരെ ഗിഫ്റ്റ് നേരിട്ട് കാണും. നോ വേർത്തല്ലേ?
അപ്പൊ ഇന്റേതും എന്റെ ഒരേ ഗിഫ്റ്റാന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അപ്പൊ നമ്മളെ രണ്ടാൾ ഗിഫ്റ്റ് തോന്നുന്നു. അവളെ ഗിഫ്റ്റിന്റെ ഞാൻ തരാം. അതായത് ഓർമ്മക്കായി വെച്ചേക്കാൻ പറ്റിയാണോ, അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ആണെ പഠിച്ചു തീർന്നു വിചാരിക്കാം, അങ്ങനെ എന്തേലും ഓർമ്മക്കായിട്ട് കുപ്പി വെച്ചാ പോലെ സ്പ്രേ കഴിഞ്ഞാൽ കുപ്പി വെക്ക ഓർമ്മ കഴിച്ച് ഉപയോഗിച്ചാൽ തീരുന്ന സാധനം. അപ്പൊ ഉപയോഗിച്ചാൽ തീരുന്ന സാധനം എന്റെ ഉപയോഗിച്ചാലും തീരൂല. ഉപയോഗിക്കാൻ പറ്റിയ സാധനം. ഓ ഉപയോഗിക്കാം. നോ, എന്റേത് എങ്ങനെ വേണമെങ്കിലും ഉപകരിക്കും. എങ്ങനെ എങ്ങനെ ഉപകരിപ്പിക്കണ്ടേ അങ്ങനെ പേപ്പർ എന്നെ ഞാൻ ഗസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ പറയില്ല ഇജ്ജ് വെറുതെ ഗസ് ചെയ്താണെങ്കിൽ. ഓക്കെ, ഇനി ഏതായാലും നിമിഷം കൊണ്ട് നമ്മൾ ഗിഫ്റ്റ് നമ്മൾ റിവീൽ ചെയ്യും. ഓക്കെ, ഇനി ഇനി കുറച്ചുകൂടി പരിപാടികൾ വരാനുണ്ട്. ഇതുവരെ എൻ്റെ ക്യാമറ ഹോൾഡ് ചെയ്ത ഈ ഒരു തക്കുടുമൊക്കെ വളരെ വളരെ കുട്ടിയൊക്കെ അലി കാണാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഇതൊരു നല്ലൊരു കിടിലം വ്ളോഗ് ആവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ വ്ളോഗ് എടുക്കണോ വേണ്ട ഒരു എക്കച്ചെങ്കിൽ നിൽക്കാം. പക്ഷേ എൻ്റെ ഉമ്മർ ഫഹീം പറഞ്ഞു നമ്മൾ വ്ളോഗ് എടുക്കണില്ലേ എന്ന് ചോദിച്ചു. ഇവനുള്ളിടത്തോളം കാലം കെൻവിയിൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. കാരണം ഞാൻ പറഞ്ഞു, ടു ബി ഹോണസ്റ്റ്, ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറേ ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് പറ്റുമോ പറ്റില്ല നമുക്കൊരു ചിന്ത ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടും ഇങ്ങോട്ട് വന്നിക്കണം ഒരു വ്ളോഗ് എടുക്കണോ എന്ന് പറയല് എൻ്റെ ഉമ്മർ ഫഹീമാണ്. ഓക്കെ, ഐ ലവ് മൈ ബ്രദർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മൾ അടിപൊളിയാക്കും. ഇനി അടുത്ത പരിപാടികൾ കാണാം. തൽക്കാലത്തിന് ബ്ലിപ്പ് അടിക്കും. യോ ഗൈസ്, നമ്മൾ 1-2 സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ 3-4 ചെയ്ത്, പക്ഷെ അത് വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി. സാധനം ചെരിഞ്ഞാണ്, കുറച്ച് നേരം പിടിക്കും. യെസ്, സൗണ്ട് നമ്മൾ ട്രൈ ചെയ്യാം. ഇജ്ജ് എടുക്കണ്ട, എന്നാ ഞാൻ എടുത്തോളാം. പുതിയ വീഡിയോഗ്രാഫറെ കിട്ടിയത് നമുക്ക് ഞാൻ ഈ മൈക്ക് ഒന്നുകൂടെ ലാലിന് കൊടുത്തോക്കാം. എന്താ പറയാ, ഒരു പാട്ട് കാണാം. കൊടുക്കണ പണ്ട് കേൾക്കുന്ന കണ്ണ് തകതകളെടുക്കണ കൂടെ കന്മയിൽ നിന്ന് ആഘോഷം പല പല വിളക്കട സതിര് കുട്ടി പാട്ടിന് മയക്കിട എന്നാള് വിളിക്കണ നേരം കാത്ത് നന്ന കഴുക നെയ്യണവാറ് ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകേ തിരികെ വരുമോ. എത്രയുള്ളൂ എന്റെ ബുദ്ധി ചീറ്റി പണ്ടാറടങ്ങി. ഒടുക്കത്തെ ആഭരണ പന്നി. താങ്ക് യു. അതുകൊണ്ട് അടിപൊളിയല്ലേ? നമുക്ക് ഉമ്മൻചാണ്ടി ഒന്നുകൂടെ കൊടുത്തു നോക്കാം. പിന്നെ മറ്റേ മൈക്ക് എന്ത് ചെയ്യാം? മറ്റേ മൈക്ക് എവിടെയാണ്? ഓക്കെ, ലാലിന് നമുക്ക് നേരെ ഉമ്മൻചാണ്ടിക്ക് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ലാൽ മൈക്ക് നേരെ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കട്ടോ. ഇത്ര പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാർക്ക് മൈക്ക് കൊടുക്കണം. ലാൽ പറഞ്ഞതിനോട് എനിക്കൊന്നും പറയാനില്ല. ഇവിടെ കെൻഡില് നമ്മുടെ പ്രോഗ്രാം ഞാനിപ്പോ എന്താ പറയാ, അത് ഈ പാർട്ടിയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഇത് ഒരു പ്രതിപക്ഷത്തിന്റെ നമ്മൾ അത്രയും അടിപൊളിയാക്കി ചെയ്യാമായിരുന്നു. ഇതിപ്പോ പാർട്ടിയും ഇല്ല, ഒന്നുമില്ല. ഇത് കെൻഡിയുടെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത്. അതുകൊണ്ട് ഇത് SNDPയുടെ നമ്മളെ വെള്ളാപ്പള്ളി അപേക്ഷിച്ചത് കൊടുത്തു നോക്കാം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു പോയി, ഇവിടെ ഈ ചുവപ്പ് നിറം മാറ്റിയിട്ട് മഞ്ഞ നിറവാക്കണം. മഞ്ഞയാണ് എപ്പോഴും ഞാൻ എൻ്റെ ഫോണിൻ്റെ കേസ് വരെ മഞ്ഞയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിവിടെ ചുവപ്പ് കളറായിട്ട് കൂടി ഈ പരിപാടി ഞാൻ ബഹിഷ്കരിക്കുന്നു. അതുകൊണ്ട് അനിശ്ചിത കാലത്ത് അടുത്താൽ അത്രയേ ഉള്ളൂ. ഇനി എന്താണ് മോഹൻലാൽ ടാസ്ക്, മമ്മൂട്ടി ടാസ്ക്, ദിലീപ് ടാസ്ക്. 6 ചെയ്തണം. 6 ചെയ്യണമെങ്കിൽ ഇരിക്കണം. കാരണം മൂപ്പര് ഞാനല്ലേ ഫോൺ പിടിക്കുക. ഞാൻ കണ്ടേ 6 ഈ പ്രോഗ്രാമിന് വന്നിട്ട് രാത്രി പ്രോഗ്രാമിനെ കുറിച്ച് റിവ്യൂ പറയാട്ടോ. എന്നെ കന്മയിലെ പ്രോഗ്രാമിന് പോയിരുന്നോ?
അടിപൊളിയായിരുന്നു. ഒരുപാട് കുട്ടികളെ കണ്ടിരുന്നു. കുട്ടികളെല്ലാം ഭയങ്കര ഹോട്ടാണ്, ഷഷ്ടിയാണ്, അടിപൊളിയാണ്. ഇനി ഇതേപോലത്തെ പ്രോഗ്രാം എന്നെ വിളിക്കണം. അലിൻ ജോസ് ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട്. അവൻ എൻ്റെ വീടിൻ്റെ മേലെ മാസ്റ്റർബൈറ്റ് ചെയ്യാണ്. പ്രോഗ്രാം എത്ര അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഇനി എനിക്ക് ഞാൻ ഒരിക്കലും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. അടിപൊളിയായിരുന്നു പ്രോഗ്രാം. കുട്ടികളെല്ലാം നല്ല ഈ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. താങ്ക് യു. ഇനി എന്താ വേണ്ടിയും നീ അലിൻ ജോസ് പെരേര ആണെങ്കിൽ അതിൻ്റെ ആക്ഷൻ വേണമെങ്കിൽ കാണിച്ചാൽ അലിൻ ജോസ് പെരേര ആണെങ്കിൽ അപ്പോൾ എന്നോട് ചോദിക്ക് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്ക്. ഞാൻ അലിൻ ജോസ് പെരേര കേട്ടോ. ഈ ജസ്റ്റ് വന്നുകാണ്ട് നീലക്കുയിൽ പോലെ എന്നോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു, അത്രേ ഉള്ളൂ. ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് പോലെയാണ് അലിൻ. ഭയങ്കര ആ ഒരു ആക്ഷൻ നമുക്ക് കിട്ടുക. ഇനി എന്താ ഞങ്ങൾക്ക് വേണ്ടി? പൃഥ്വിരാജ് ഇല്ലടാ, അവന് മറ്റേ ആ ഡയലോഗ് ഉണ്ടല്ലോ, ഫിലിപ്പിന്റെ പറയും ആ കുഞ്ഞു ഡയലോഗ്, ആ ചിരിയുള്ളു. പിന്നെ അത്രേ ഉള്ളൂ. ഈ ലാസ്റ്റ് ബിഗ് ബോസും കൂടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എംഫോടെക്കും ചാൻസ് കുറവാണ്. ബിഗ് ബോസ് കൂടി കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് തൂബിയും പിന്നെ വേറെ ആളും കൂടിയും ഉമ്മർ ഫൈമും തമ്മിൽ ഒരു അടി ഉണ്ടായിരിക്കാം. തൂബ, എന്താണ് ഇന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചത്? എന്താണ് നിങ്ങൾ തമ്മിൽ തർക്കം? ഫഹീം, ഇനിയും ഈ ചേഷ്ടകൾ ആവർത്തിച്ചാൽ അടുത്ത ആഴ്ച ശ്രീ മോഹൻലാൽ വരുമ്പോൾ പ്രധാന വാതിൽ വഴി പുറത്താക്കപ്പെടും. മനസ്സിലായോ? ഓക്കെ, ബൈ. താങ്ക് യു അലോട്ട്. നിങ്ങൾ ഇത്ര ആളെ തന്നെ കണ്ടുന്നില്ല. താങ്ക് യു അലോട്ട്. താങ്ക്സ്. ഓക്കെ, ഇപ്പൊ എന്താ നടക്കുന്നത് പറയൂ. പറയേ എണ്ണുക. ഇപ്പൊ എന്താ നടക്കണത്? നബിദിനം. സൂപ്പർ. ഇത് എന്താണുള്ളത് പറയൂ. ഇതിൽ നമ്മളെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഗിഫ്റ്റ് കൊടുക്കാം. യെസ്. അപ്പൊ ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇതൊന്ന് ലൈറ്റ് ഓഫ് ആക്കിയാണ്. ഒരു ക്രിസ്മസ് അനുഭവം പറയും. എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടി. എന്താ കിട്ടിയ എനിക്ക്? മയോപ്പിന്റെ പെർഫ്യൂം ഗൈസ്. നമ്മളെ MD അൻഷിഫ് സർ തന്നതാണ്. ഞാൻ ഹാപ്പിയാണ് വളരെ. നജാഫിനെന്തോ അൾട്ടിമേറ്റ് പുച്ഛുണ്ട്. പറയാം നബിദിനെ കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ നല്ലൊരു വിലയുള്ള ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. വിലയുള്ള ഗിഫ്റ്റ് കൊടുക്കണം. എനിക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെ കിട്ടണം. പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനത്തെ കിട്ടണം, നല്ല കൊടുക്കൂ. എന്റെ ഗിഫ്റ്റ് എത്ര വേർത്താണ്? എത്ര രൂപ വേർത്താ? ഒരു 1000. ആ ലെവൽക്ക് ഈ പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടിയാൽ മതി. അഥവാ ആ പ്രതീക്ഷയിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊടുക്കൂല, തിരിച്ചു കൊടുക്കൂല. കൊടുക്കൂല. ഓക്കെ. അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്. താങ്കളുടെ ഗിഫ്റ്റ് റിവീൽ ചെയ്യാൻ പറ്റുമോ? ഗിഫ്റ്റ് റിവീൽ ചെയ്യാനായിട്ടില്ല. നമുക്ക് ആരെ കിട്ടണേ അവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ റിവീൽ ചെയ്യും. ഇവിടെ കുലുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടിയത്? ഡ്രസ്. ഇഷ്ടപ്പെട്ട ഡ്രസ് ഇഷ്ടമായോ? അടിപൊളി. ആരാ ഗിഫ്റ്റ് എടുത്തത്? ഇയാണ് ഗിഫ്റ്റ് എടുത്തത് ഡ്രസ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് ഡ്രസ് കൊടുക്കാൻ തോന്നിയത്? സ്നേഹം കൊണ്ട്. ഗിഫ്റ്റ് തപ്പിന്നറിയാം ആ സാധനം കിട്ടാൻ. അത് കൊടുത്തപ്പോ തിരിച്ചെന്താ കിട്ടിയത്? തിരിച്ചു വാച്ച്. എവിടെ വാച്ച്? സാറ്റിസ്ഫൈഡ് ആണോ കിട്ടിയ ഗിഫ്റ്റിൽ? ഓക്കെ, ഒരു ക്രിസ്മസ് അനുഭവം പറയൂ. എന്തേലും പറയടോ. അപ്പൊ ഓക്കെ, ഒരു ക്രിസ്മസ് അനുഭവം പറയൂ. എന്താ? ഞാൻ ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇവനാണ് നമ്മളെ ക്യാമറമാൻ പ്ലസ് എഡിറ്റർ. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, എന്റെ ബാക്കിൽ നിങ്ങൾ നിന്നോ? 17 പ്രോയോ? ഏതാണ്? 16+ ആയാ മതി. എന്റെ ഗിഫ്റ്റിന്റെ അടുത്തുണ്ട്. ഷെർവാൻ എന്ത് ഗിഫ്റ്റ് ചെയ്യവനെ? എന്ത് ഗിഫ്റ്റാ അത് പറയില്ല. പേഴ്സിന്റെ സൂപ്പായിരിക്കും. ഫോണും ഇന്റെ ഗിഫ്റ്റിന് ഫസ്റ്റ് ലെറ്ററോ? ഇന്റെ ഗിഫ്റ്റിന് ഫസ്റ്റ് ലെറ്റർ പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ മനസ്സിലാവും. ഫസ്റ്റ് ലെറ്റർ ഇല്ല, ഫസ്റ്റ് ലെറ്റർ പറയാനിട്ടില്ല. പറയില്ല.
അപ്പൊ ഗൈസ് പറയൂ ഒരു ക്രിസ്മസ് അനുഭവം പറയൂ. ക്രിസ്മസ് അനുഭവം പറഞ്ഞ മാഷാല്ല ഉഷാറാണ്. മാഷാല്ല ഉഷാറത്തിന്റെ ഇതിലല്ല ഞാൻ എടുക്കണോ? എടുക്കാനായിട്ടില്ല. ആകെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടോ? എന്താണ് റിവീൽ ചെയ്യാൻ പറ്റുമോ? വ്ളോഗിൽ പറ. എന്റെ വ്ളോഗിൽ രഹസ്യമായി പറയാം. എത്ര തന്നെ ബർത്താണ് അല്ല വിലയിലല്ല കാര്യം, സ്നേഹത്തിലാണ് കാര്യം. കൊടുക്കേ ഒരു വാങ്ങിയോ? ഇങ്ങോട്ട് വാ. മനുസാറോട് ക്രിസ്മസ് അനുഭവം, ഒരു ക്രിസ്മസ് അനുഭവം പറയും, ചെറുതായിട്ട് ചുരുക്കി പറയും. ഞാൻ സ്റ്റാഫിന്റെ ഓർഡറിന്റെ സാധനം തരുമ്പോ ആളെ കാണാല്ലോ, ഗിഫ്റ്റ് കൊടുക്കാൻ. ആളെ കാണാൻ വന്നാണ്. ആളെ കാണാനില്ലാന്നോ? ആരാണ്? ഞാനാ? പിന്നെ എടുക്കേ ആരാണ്? ആരാണ്? ഓർബിറ്റോ? ഒളിക്കേ എന്തിന്? സമൂസ താജ്മഹൽ കിട്ടിയ ഗിഫ്റ്റിൽ സന്തുഷ്ടനാണോ? ഗിഫ്റ്റ് പുറത്ത് സെറ്റ് ആക്കി വെച്ചതാ. കറക്റ്റ് ടൈമിലാണ് ഇവിടെ കയറി വരാം. ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എവിടെ? ഗിഫ്റ്റ് എവിടെ? എന്ത് ഗിഫ്റ്റ് ഈ ഒരു മൊമെന്റിൽ എന്ത് ഗിഫ്റ്റ്? എന്നാലും ചെറിയൊരു ആഗ്രഹം പണിയാവാതെ മതിയോ? ഈ ഗോൾഡ് ഡയമണ്ട് ശരി. ഇത്രയും ഗിഫ്റ്റ് ജിസക്ക് ഓക്കെ ജിസക്കുള്ള ഗിഫ്റ്റ് എത്തി. ബോക്സ് ആണ്, നോക്കാം. അത് വലിക്കണം, ആ സ്ക്രൂ വലിക്കാം. യെസ് യെസ്.
എടുക്കൂ. ജാസ്മിന ഫസ്മിന അവലോറ പോയി ജാസ്മിന. ഫസ്മിന എന്തായിരിക്കും നിനക്കുള്ള ഗിഫ്റ്റ്? അതെനിക്കറിയാം എന്നാൽ എന്താണ് എനിക്ക് വേണ്ടിയത്? എന്തിട്ടത്? ഓക്കെ ഇവിടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യൂ. ഇനി അല്പം മധുരം പറയാം. ഇനി അടുത്താരാ? അങ്ങനെ ഗിഫ്റ്റ് ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വലിയ ഗിഫ്റ്റാണ് കേട്ടോ. വലിയ പാക്കേജ് ഒക്കെ ഉണ്ട്. ഒരെണ്ണം കൂടി പോയി വാങ്ങിയത് പറയാം. ഹാപ്പി ഓക്കെ കൊടുക്കണ്ട. അമൻ അമ്മാന്റെ ഗിഫ്റ്റ്. നമ്മൾ കൂടെ കാണട്ടെ. ഐഫോൺ ഗിഫ്റ്റ് കൊടുക്കേ. ഓപ്പൺ ചെയ്. അത്തറ് ഊത് മുതലായി വണ്ടി ആഗ്രഹിച്ചതാണോ? നമുക്ക് കൊടുക്കട്ടെ. കൊടുത്തേ. ആദിശാൻ പാടോ വാടാ. പ്രത്യേകമായിട്ട് ആർക്കും കൊടുക്കണ മെക്സിക്കോ നല്ലൊരു പെർഫ്യൂമാണ്.
ഓടിക്കോളൊക്കെ പെട്ടി നോക്കണ്ട ഇതൊന്നുമില്ല സാധനം പോയി ഇവിടെ കാത്തുവിട്ടാ ഒരാപ്പിള് ഒരു അല്ല ഒരു നോക്കട്ടെ എന്താ പള്ളയാണോ പോവാ ഓ 90 ഇനി നടക്കണ് നല്ലൊരു ഗിഫ്റ്റാണോ കൊടുത്തത് ഹെൽത്തിയാണ് ഫാത്തിമ ഫിദ എന്താ വലിയ ഗിഫ്റ്റ് അത് കുപ്പിയാ കുപ്പി 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 ബിയർ ബിയർ അല്ല ഈ കുപ്പി തുറക്കാൻ പറ്റുമോ തുറക്കാൻ കുപ്പിയല്ലേ കാപ്പി കളറിലുള്ള കുപ്പിയല്ലോ പച്ച കളറാ അത് കൊടുക്കാം ഹാരി വിത്ത് കെയർ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇതെന്താ മീന് ആവിലെ മീന് രാവിലെ മുതൽ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയാണ് അവിടെ പോകണ്ട ആവട്ടെ അവിടെ പോയിരിക്കാൻ പറ അവിടെ പോയിരുന്ന എക്ലേറെ ഇനി അടുത്തത് അടക്കപ്പഴി നിന്നുണ്ടോ അല്ല ഫുള്ള് പാക്കറ്റ് മാത്രം കിട്ടോ ടീഷർട്ട് പോലെ ജുഹൈന വാ ജുഹൈന ജുഹൈനക്ക് മുട്ടുക്ക് ഒരു ക്രിസ്മസ് ഓപ്പൺ ചെയ്യൂ രാജക്ക് എന്തോ ഒരു തോര പൊട്ടിക്കാന് പതുക്കെ റോവേസിന്റെ തുറക്ക് ഇവിടെ ക്യൂട്ട് അത് അടിപൊളിയായിട്ടുണ്ട്. സെലക്ട് ചെയ്ത ആൾക്കാർ അതേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് തുറക്കാം.
ഓ ഇതെങ്ങനെ ഓണാക്കുക? ഇത് വാങ്ങുമ്പോ ഈ ആഗ്രഹിച്ചില്ല എനിക്കെന്നെ കിട്ടണമെന്ന്. കറക്റ്റ് ആയിട്ട് എനിക്കെന്നെ കിട്ടില്ല. ഓഫാക്കി നല്ല പിടിച്ചോ. ആദിൽ ആദിൽ ആദ്യം കഴിയാറല്ലോ. അല്ലെങ്കിൽ ഒരുമിച്ച് ഒട്ടിക്കേ വലിയ പെട്ടി അടുക്ക 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 ആ സൗണ്ടിലേക്ക് കേൾപ്പിച്ചു കൊടുക്കും. കാണുമ്പോ പേടിയുണ്ട്. അഞ്ചിന് ഒച്ചല്ല. റിട്ടേൺ ഫ്ലിപ്കാർട്ടിലെ റിട്ടേൺ പോളിസി ഉണ്ടോ? ലേറ്റ് ഉണ്ട്. തൽക്കാലം നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കടലേ ഇത് എത്തുന്നുണ്ട്, വെളിച്ചുണ്ട്. ഫിദാശരി വ്ലോഗ് നീണ്ടു പോകുന്നുണ്ട്. മുണ്ടാണ്ട് അതിന്റെ പിന്നിലെ സ്റ്റോറി ഉണ്ടോ ഇവിടെ? ഓ നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതിനാണ് ബ്ലോഗിലാണ് ഓണം വരുന്നുണ്ടല്ലോ. അല്ല പോയി നസീറ എല്ലാത്തിനും കയറി വന്നോളി പൊളിക്കാൻ. ഹൈഡ് ആൻഡ് സീക്ക്. അല്ല പെട്ടിനുള്ളിൽ അതെന്നാണോ? ഓക്കെ ഓക്കെ. നസീറ ഭക്തിയായത് മാറ്റി വെച്ച് പെട്ടി തുറക്കാണ്ട്. പെട്ടി തുറന്നാൽ തീരെ തുറക്കുക. സഹൽ സഹൽ അവസാനിക്കേ അതും ഒന്നല്ല രണ്ടല്ല 3 കിൻഡർ ജോയ്. അല്ല പോവല്ലേ ഹിഷാം കൊടുക്കല 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 എല്ലാം ഇവിടെ കിട്ടാ ആൾക്കാർ നല്ലൊരു ഗിഫ്റ്റാണ്. മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ. കെൻമി ഡിജിറ്റൽ ഒരു സ്നേഹം പിടിച്ചോ. ഓ സ്നീക്കേഴ്സ്.
ആമിന. പിന്നെ ആമിനക്കുള്ള ഗിഫ്റ്റ്. ആ എല്ലാവർക്കും കിട്ടി. എനിക്ക് ഇതാ കൊടുക്കണേ ചോക്ലേറ്റ് എല്ലാം കഴിഞ്ഞാണ്. സജി അങ്ങനെയുള്ളൂ. മൂന്നാൾക്കാർ ഞാൻ എടുക്കാം. ചാടി ചാടി ചാടി. ഇതൊക്കെ പ്രശ്നങ്ങൾ ചാടി ശ്രദ്ധിക്ക്. കുഴപ്പമില്ല. പറയൂ പറയൂ. അഡ്ജസ്റ്റ് ചെയ്തോളാം. റിത. ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുമ്പോ സോറിന്ന് ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ അതിന് എന്തോ ഉണ്ട്. പിയേഴ്സോ? പിയേഴ്സ്. യോ ചർമ്മത്തിന്റെ നല്ല പൂച്ച പോയിട്ടോ. ഷമീർ. ആ ഞാൻ എന്താക്കൂ? കുഴപ്പമില്ല, അടുത്തോട് ഞാൻ എടുക്കണ്ടി. എങ്ങനെ വ്യക്തമായില്ല. ആ ഓക്കെ 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 ഓക്കെ. കൈ ഫിംഗർ നോക്ക്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്തായിരിക്കും പെട്ടിന്റെ ഷേപ്പ് കണ്ടിട്ട് അതിന്റെ ഒന്ന് ഷുഗർ കട്ടായത് ഫർജി ഓൾറെഡി പറഞ്ഞു. ഷുഗർ കട്ടാണ് ഫർജി. ആ ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ആദ്യമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഫോട്ടോ തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗൈസ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടാം. അങ്ങനെ നമ്മള് കെൻമീത്തെ ക്രിസ്മസ് പ്രോഗ്രാം കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പിയാണോ 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 ഹാപ്പി ഹാപ്പി ഹാപ്പിയാണോ 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 ഹാപ്പി ഓണമെന്നല്ല ഹാപ്പി ആണോന്ന്. അപ്പൊ ഇനി കേക്ക് ഉണ്ടോ? നിങ്ങൾ കേക്ക് കഴിക്കട്ടെ. ഹാപ്പിയാണോ ഹാപ്പിയാണോ ഞങ്ങൾ കേക്കും കൂടി കഴിക്കട്ടെ. സോ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാം.